വന്ദേ മാതരത്തിലൂടെ നരേന്ദ്രമോദി ഈ കോൺഗ്രസിനെ വീണ്ടും വലിച്ചു കീറിയിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ മുന്നിൽ അടിയറവ് വെച്ച ഒരു പാർട്ടിയായിട്ട് അന്നേ മാറി. ഇന്നതിൻ്റെ പാരമ്പര്യം തന്നെയാണ് നമ്മൾ കേരളത്തിൽ പ്രകടമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വന്ദേ മാതരത്തെ അപമാനിച്ചവർക്കുള്ള തക്കതായ ഒരു മറുപടി കൂടിയാണ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ അദ്ദേഹം നൽകിയത്. അത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളുകൊണ്ട് നരേന്ദ്രമോദി ഇന്നലെ നമ്മുടെ പാർലമെൻറ്റിനകത്തൊരു വലിയ പ്രകടനം നടത്തിയിരിക്കുകയാണ്. കോൺഗ്രസിനെ വെട്ടുന്നതിനോടൊപ്പം പഴയ മുസ്ലിം ലീഗിൻ്റെ ഡെഡ് ബോഡിയിൽ കൊണ്ട് വെട്ടുക മാത്രമല്ല, ഇന്നത്തെ മുസ്ലിം ലീഗിൻ്റേതല്ലെങ്കിൽ ആ പഴയ ലീഗിൻ്റെ പ്രതിനിധികളായി നിൽക്കുന്ന വക്താക്കളെ മുഴുവൻ വെട്ടി അരിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ പ്രസംഗം അവസാനിപ്പിച്ചത്. പ്രകമ്പനം കൊള്ളുന്ന പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. അതിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ പ്രതിരൂപങ്ങൾ, സ്ത്രീ ശക്തികൾ അല്ലെങ്കിൽ സ്ത്രീത്വത്തിൻ്റെ ത്രിമൂർത്തികളെയാണ് നിങ്ങൾ വെട്ടി അരിഞ്ഞത് കോൺഗ്രസ് എന്നുള്ളത്. അപ്പോൾ ഹിന്ദുത്വത്തിൻ്റെ ആശയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ത്രിമൂർത്തികൾ ആണെങ്കിൽ അതേപോലുള്ള 3 സ്ത്രീ ത്രിമൂർത്തി രൂപങ്ങളാണ് ദുർഗ, ലക്ഷ്മി, സരസ്വതി. ഇലയിൽ നിൽക്കുന്ന താമരപ്പൂവിൽ നിൽക്കുന്ന ആ രൂപങ്ങളെ നിങ്ങൾ വെട്ടിക്കീറിക്കളഞ്ഞു. ഇത് ഇന്ത്യയുടെ ആത്മാവ് മുറിപ്പെടുത്തുക മാത്രമല്ല, നിങ്ങൾ മുസ്ലിം അപ്പീസ്മെൻ്റ് നടത്തിക്കൊണ്ട് ഇന്ത്യയെ വിഭജിക്കുവാൻ വേണ്ടി നടത്തിയ ഒരു കുതന്ത്രമായിരുന്നു. ജിന്നയ്ക്ക് വേണ്ടി, അന്നത്തെ മുസ്ലിം ലീഗിന് വേണ്ടി നിങ്ങൾ നടത്തിയ ഒരു ഒന്നാന്തരം രാഷ്ട്രീയ കുതന്ത്രവും വർഗീയതയുടെ തീവ്രതയും ആണ് അന്ന് ഉണ്ടായത്. അതിൻ്റെ മുറിവുകൾ ഇന്നും ഉണങ്ങാതെ കിടക്കുന്നു എന്ന് പറഞ്ഞ് ബംഗാളിലേക്ക് അദ്ദേഹം പോകുമ്പോൾ മമതാ ബാനർജി അടക്കം ഉള്ളവർ അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ വിറകൊള്ളേണ്ട ചില വിഷയങ്ങൾ അദ്ദേഹം ഇപ്പോഴേ എടുത്തിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് വെറൊരു വാക്കല്ല. അത് ഇന്ത്യയെ 1903 കിഴക്കൻ ബംഗാളും പടിഞ്ഞാറൻ ബംഗാളുമായിട്ട് വിഭജിച്ചുകൊണ്ട് ഒന്നായി ജീവിച്ചിരുന്ന ബംഗാളികളെ ഹിന്ദു ബംഗാളി എന്നും മുസ്ലിം ബംഗാളിയുമെന്നും 2ആയി വിഭജിച്ചുകൊണ്ട് മാറ്റിയ ആ ബ്രിട്ടീഷ് കുതന്ത്രം മമതാ ബാനർജിയിലൂടെ, കോൺഗ്രസിലൂടെ ഇന്നും ഈ രാജ്യത്ത് നിലനിൽക്കുന്നു എന്ന് നരേന്ദ്രമോദി തൻ്റെ പാർലമെൻറ്റ് പ്രസംഗത്തിലൂടെ വളരെ സുവ്യക്തമായി നമ്മളെ എല്ലാവരെയും അറിയിച്ചിരിക്കുന്നു, ഈ നാടിനെ അറിയിച്ചിരിക്കുന്നു. ഈ സന്ദേശം ഉടനെ തന്നെ വരാൻ പോകുന്നത്, ഫലപ്രാപ്തിയിലെത്താൻ പോകുന്നത് ബംഗാളിലായിരിക്കും. മുറിവേറ്റ ബംഗാളികളെ, വൃണത ഹൃദയരായ ബംഗാളികളെ, നിങ്ങൾക്ക് ഇതാ വീണ്ടും ഒരവസരം കൈവന്നിരിക്കുന്നു എന്നുകൂടിയായിരിക്കും അദ്ദേഹം പറയുന്നത്. നിങ്ങളെ വെട്ടിക്കേറിയവർക്കെതിരെ ചോദിക്കാൻ മാത്രമല്ല, ഇന്നും നിങ്ങളെ വെട്ടിക്കേറുന്നവർക്കെതിരെ, ഇന്നും ബംഗാളിനെ വെട്ടിക്കേറിക്കൊണ്ട് അധികാരം പിടിക്കാൻ ശ്രമിക്കുന്ന കുതന്ത്രശാലികൾക്കെതിരെ നിങ്ങൾക്ക് ഇന്നും വന്ദേ മാതരം ചൊല്ലേണ്ടി വരും എന്നുകൂടി അദ്ദേഹം, പഴയ വന്ദേ മാതരമല്ല, വെട്ടിക്കളഞ്ഞ 2 വരികൾ ചേർത്തുകൊണ്ട് കാളിയെ, ഭദ്രയെയും, സരസ്വതിയെയും ലക്ഷ്മിയെയും ഒക്കെ, ഐശ്വര്യത്തിൻ്റെ ചിഹ്നമായ ലക്ഷ്മി, വിദ്യാഭ്യാസത്തിൻ്റെ ചിഹ്നമായ സരസ്വതി, സ്ത്രീത്വത്തിൻ്റെ ശക്തിയായ, സ്ത്രീകളുടെ ശക്തിയായ ദുർഗ, ഇതിനെയൊക്കെ വീണ്ടും ആവാഹിച്ചുകൊണ്ട് വന്ന് ബംഗാളിനെ ബംഗാളായി നിലനിർത്തണം എന്ന് പറയാൻ കൂടിയാണ് നരേന്ദ്രമോദി ഈ അവസരം ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരെ നെറ്റിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിനെ വെട്ടിലാക്കിയിരിക്കുന്നത്. അതിനെ അവർ നേരിടാൻ ശ്രമിച്ചിരിക്കുന്നത് വളരെ ദുർബലമായ ഒരു വാദം കൊണ്ടാണ്. നെഹ്റുവിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട്. നെഹ്റു ഇന്നൊരു ചിത്രം മാത്രമായി മാറിയിരിക്കുന്നു. അത് പ്രിയങ്ക വദ്രയ്ക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഇന്ദിരയും നെഹ്റുവുമൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു റെസ്പെക്റ്റഡ് പിക്ചർ മാത്രമാണ്. അതിനപ്പുറം അവർക്കൊന്നും ഇന്ത്യൻ ജനതയെ പഴയ പോലെ ഉണർത്താൻ കഴിയാത്ത വിധത്തിൽ
കോൺഗ്രസിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ, ചെയ്തികൾ, ആ കുടുംബത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ചെയ്തികൾ വന്നു ഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇതിനകത്ത് മുസ്ലിം ലീഗ് യാതൊരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ. അത് പിന്നെ ദിലീപ് ഞാൻ ബലാത്സംഗം ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. അത് പറഞ്ഞു പോയാൽ അടി വീണ്ടും വരും. ഇന്നലെ ദിലീപ് ബുദ്ധിപൂർവ്വം നന്ദി മാത്രമേ പറഞ്ഞുള്ളൂ, ഇല്ലേ? കാരണം നന്ദി അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ അതിലൊരുപാട് അബദ്ധങ്ങൾ സംഭവിക്കും, ഒരുപാട് അനർത്ഥങ്ങൾ സംഭവിക്കും. വീണ്ടും ചിലപ്പോൾ അഴിക്കുള്ളിലേക്ക് പോകാനുള്ള ഒരുപാട് വിഷയങ്ങൾ സ്വയം എടുത്തിട്ട് കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ബുദ്ധിപൂർവ്വം മൗനം പാലിച്ചത്. ഈ വിഷയത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ തങ്ങളുടെ പൂർവ്വകാല ചെയ്തികൾ മുഴുവൻ ഈ നരേന്ദ്രമോദി എന്ന മനുഷ്യൻ, നേതാവ്, പ്രധാനമന്ത്രി നമ്മുടെ എല്ലാം മുമ്പിൽ കൊണ്ടുവന്ന് ഇടുമെന്നുള്ളത് മുസ്ലിം ലീഗിനറിയാം. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പിന്നെ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അടിയന്തരാവസ്ഥ എടുത്തുകൊണ്ട് വന്ന് കോൺഗ്രസിൻ്റെ തലക്കടിച്ചത് നമ്മൾ കണ്ടില്ലേ? അതുപോലെയാണ് ഇപ്പോൾ രണ്ടാമത് ഇന്ത്യയെ വിഭജിക്കുന്ന ചില ശക്തികൾ ഏതാണ്ട് 10-32 വാഹനങ്ങളിൽ ബോംബുമായി വന്ന് ഇന്ത്യയുടെ 32 നഗരങ്ങളെ തകർക്കാൻ 32 മുംബൈ ആക്രമണങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ 32 പാർലമെൻറ്റ് ആക്രമണങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ 32 റെഡ് ഫോർട്ട് ആക്രമണങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് വന്ന ആ വിധ ശക്തികൾ ഇന്നും ഈ രാഷ്ട്രത്തിലുണ്ട്. സൂക്ഷിക്കൂ, വന്ദേ മാതരം ആണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത്. ആ ശക്തി അദ്ദേഹത്തിന് ആവാഹിച്ചെടുക്കാൻ കഴിവുണ്ട് എന്നുള്ളതാണ് ആ പ്രസംഗത്തിൻ്റെ അന്തർലീനമായിരിക്കുന്ന ഒരു ഘടകം. അല്ലെ, ലീഗിനെ കൂടുതൽ പ്രീണിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് പാർലമെന്റിൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി തന്നെ കോൺഗ്രസിൽ നിന്ന് സംസാരിച്ചത്. ഇത് തന്നെയാണ് നമ്മൾ കേരളത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് അവർക്ക് പറ്റുന്ന അബദ്ധവും. നിങ്ങൾ എന്താണോ എന്നെ ആരോപിക്കുന്നത് അത് ഞാൻ തന്നെ ചെമ്പ് പുറത്താക്കി കൊടുക്കുകയാണ്, അല്ലേ? സ്വർണം പൂശിയതിനെ ഞാൻ തന്നെ ചുരണ്ടി ചെമ്പാണെന്ന് നിങ്ങളുടെ മുമ്പ് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് രാഹുൽ ഗാന്ധിക്ക് അബദ്ധം പറ്റുന്നത്, പ്രിയങ്ക ഗാന്ധിക്ക് അബദ്ധം പറ്റുന്നത്, ഇന്നത്തെ കോൺഗ്രസിന് അബദ്ധം പറ്റുന്നത്. ഇതൊക്കെ പറഞ്ഞാലും സോണിയയ്ക്ക് ആ ഒരു ബുദ്ധി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലൊന്നും പിടികൊടുക്കില്ല. അത് ഒരുപക്ഷെ അഹമ്മദ് പട്ടേലിൻ്റെ ഉപദേശം കൊണ്ടായിരിക്കാം. ഇത്തരം കാര്യങ്ങളിലൊന്നും പിടികൊടുക്കാതെ ഒരു വിധത്തിൽ അവരുടെ ഒരു 10 വർഷത്തെ ടേം അവർ കൊണ്ടുപോയി. പിന്നെ അവർ തീരെ ദുർബലയാണ്, ശരീരത്തിന് ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ട് ഒക്കെ. അതുകൊണ്ട് അവർക്കും കൂടുതലൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഈ 2 പിള്ളേർ കാണിക്കുന്ന അബദ്ധങ്ങൾ ആ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് തന്നെ കാരണമാക്കും എന്നുള്ളതാണ് അഹമ്മദ് പട്ടേലിൻ്റെ മകൻ ഭംഗ്യന്തരേണ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു വച്ചിരിക്കുന്നത്. നമുക്കറിയാം, പൗരത്വ ഭേദഗതി ബില്ല് വന്നപ്പോൾ പോലും കോൺഗ്രസ്സുകാരാണ് സംസാരിക്കുന്നത്. ലീഗിന് ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കേരളത്തിൽ CPM ആണ് പ്രതിഷേധിച്ചുകൊണ്ട് നടന്നത്. അതെ, അത് പണ്ട് മിമിക്രിക്കാർ കാണിക്കും. ഒരു രൂപം ഇങ്ങനെ നിൽപ്പുണ്ട്, 2 കൈയില്ല. പുറകിൽ ഒരുത്തൻ നിന്ന് കൈ ഇങ്ങനെ, ഇയാൾ ഭാരതത്തിൻ്റെ എന്ന് പറയുമ്പോൾ കൈ കാണിക്കും, എൻ്റെ പ്രിയപ്പെട്ട എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കും. ഈ രീതിയിൽ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം ശക്തികൾ 2 കൈയും 2 കാലും നഷ്ടപ്പെട്ട കോൺഗ്രസ്സിന് കൈയും കാലുമായിട്ട് പുറകെ നിൽക്കുകയാണ്. കോൺഗ്രസ്സിനെ ഇങ്ങനെ മുമ്പിൽ നിർത്തിയിട്ട് ചൊറിയുന്നത് ലീഗ്, ഓങ്ങുന്നത് ലീഗ്, ഇടിക്കാൻ വരുന്നത് ലീഗ്, പിടിക്കാൻ വരുന്നത് ലീഗ്, പുറകിൽ നിന്ന്. ഞാൻ ലീഗ് എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗിനെ മാത്രമല്ല, ആ പഴയ ലീഗിൻ്റെ ഒരു ജിന്നയുടെ ലീഗിൻ്റെ ഒരു ഭൂതം ഇപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കിടപ്പുണ്ട്, ഇന്ത്യൻ മണ്ഡലത്തിൽ, നവമണ്ഡലത്തിൽ കിടപ്പുണ്ട്. അതിനെ എല്ലാത്തിനെയും കൂടെ ആവാഹിച്ച് പുറകിൽ നിർത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. എന്നിട്ട് കൈയില്ലാത്ത കാലില്ലാത്ത കോൺഗ്രസ് അവരുടെ കൈയും കാലുമായിട്ട് ഈ രൂപങ്ങളെ മാത്രം വെളിയിൽ കാണിക്കും. അപ്പം നമ്മളിത് കോൺഗ്രസ് ആണെന്ന് ധരിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ലീഗായി പോവുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ പറയുന്നത് എന്താ കോൺഗ്രസ് ഇങ്ങനെ ലീഗാകുന്നത്? കാരണം കൈയും കാലും ലീഗിൻ്റേതാണ്, കോൺഗ്രസിൻ്റേത് ഈ ചത്ത ഉടൽ മാത്രമാണ്. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ചലനമറ്റ ഉടൽ മാത്രം. ചത്തു എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. പണ്ട് EMS പറയും, EMSനോട് 1987 ഒരു പീറ്റർ മില്ലർ എന്ന് പറഞ്ഞ ഒരു നാഷണൽ ജിയോഗ്രഫിക്കിൻ്റെ ജേർണലിസ്റ്റ്, ഞാനാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഈ ജേർണലിസ്റ്റിനെ കൊണ്ടുപോയത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, താങ്കൾ ഈ ഒരുപാട് നാളുകൊണ്ട് പറയുന്നില്ലേ കോൺഗ്രസ് ചത്തു 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 എന്ന്. ഇപ്പോഴും കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നിരിക്കുകയല്ലേ.
അപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് ചത്തു എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുന്നത്? അന്ന് രാജീവ് ഗാന്ധി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 84 വൻ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം 415 സീറ്റോടുകൂടി കേരളം ഇന്ത്യ ഭരിക്കുകയാണ്. അപ്പോൾ EMSൻ്റെ വളരെ സൈദ്ധാന്തികമായൊരു മറുപടിയുണ്ട്. നിങ്ങൾക്ക് ഈ ഡൈനോസറിനെ കുറിച്ച് അറിയാമോ? ഡൈനോസർ എന്ന് പറയുന്നത് വലിയൊരു ഹിമാലയ പർവ്വതം പോലത്തെ ഒരു സാധനമാണ്. ആ സാധനം ചത്താലും കുറേ നാൾ അങ്ങനെ നിൽക്കും. അത് പെടന്ന് വീഴാനായിട്ട് കുറേ സമയമെടുക്കും. ഇങ്ങനെ ചെരിയും ഇങ്ങനെ ചെരിഞ്ഞ ഗോപുരം പോലെയായി ഒരു ദിവസം പെട്ടെന്ന് താഴെ വീഴും. ആ താഴെ വീഴ് കഴിയുമ്പോഴേ നമ്മൾ അറിയുള്ളൂ ഇത് താഴെ വീഴുന്നു. അതുവരെ ഇതിൻ്റെ പോക്ക് വളരെ സ്ലോ ആണ്. കാരണം ഇതിൻ്റെ ഭൂഗുരുത്വം ഭയങ്കരമാണ്. നമ്മുടെ ഒരു ഭൂഗുരുത്വം, നമ്മൾക്കൊക്കെ ഒരു തലകറക്കം വന്നാൽ നമ്മൾ താഴെ പോകും. പക്ഷേ ഈ ദിനോസറിൻ്റെ രൂപമെന്ന്, അതിൻ്റെ ഇരിപ്പെന്ന് പറയുന്നത് വലിയൊരു ഏരിയ കവർ ചെയ്തുകൊണ്ടാണ്. വളരെ ബൗദ്ധികമായ ഒരു മറുപടിയാണ്. ഭയങ്കര ബൗദ്ധികമായ മറുപടി. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം 87 പറഞ്ഞത് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചെരിഞ്ഞ ഡിനോസർ ഇങ്ങനെ പോയി താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.